ഹലോ ഗൈസ്, സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഈ 3 പീസ് തടിയും ഈ ചെറിയ നൂലും കൊണ്ട് ഈ സാധനം ഉണ്ടാക്കിയാലോ. അത് ഡ്രില്ലിംഗ് മെഷീൻ പോലും ഉപയോഗിക്കാം. ഇത് കൂട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. കുറച്ച് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. എന്റെ കയ്യിലുണ്ടായിരുന്ന തടിയുടെ പീസിന് ഒരു സൈഡിൽ ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു. പിന്നെ ഇതിലാകെ പ്രശ്നമുള്ള ഒരു കാര്യം ഇതിൽ ഹോളിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഇത്രയും സിമ്പിൾ പരിപാടിയാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തു നോക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ട പോലെ തന്നെ ഒരു ചുറ്റിക്ക് പിന്നെ സ്റ്റാറിന്റെയും മൈനസിന്റെയും സ്ക്രൂ ഡ്രൈവർ കൊണ്ടാണ് ഞാൻ എല്ലാ തടിക്കും ഹോളിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലത്ത് നമ്മുടെ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആദ്യം നമ്മുടെ ചുറ്റി കൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൈനസിന്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക. അതെ, നിങ്ങൾ എന്താണോ വിശ്വസിച്ച് കാണുന്ന അതേപോലെ ചെയ്യുന്നതായിരിക്കും. ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കുഴപ്പിക്കാൻ നിൽക്കുന്നത്. പതിയെ പതിയെ അടിക്കാവുള്ളൂ. ഒത്തിരി ബലം കൊടുത്തും ശക്തമായിട്ടൊന്നും അടിക്കരുത്. കാരണം അറിയാലോ, തടിയാണ്, രണ്ടായിട്ട് ഇങ്ങനെ വിണ്ടുപോരും. ഇതുപോലെ വിണ്ടുപോരും. ആദ്യം ഒന്നും റെഡി ആവണമെന്നില്ല, എനിക്കും റെഡി ആയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇത്തിരി സമയം എടുത്ത് ക്ഷമയോടുകൂടി ചെയ്താൽ ഇതേപോലെ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ത്രെഡ് രണ്ട് സൈഡിലേക്കും ഒരേ ലെങ്ത്തിലേക്ക് ഇതേ കൂട്ടൊരു സൂചി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്ക് നൂല് അതിൽ കൂടെ എടുക്കാനായിട്ട്. സൂചി വേണം നിർബന്ധമൊന്നും ഇല്ല. അതില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കത്രി കൊണ്ടൊക്കെ നമുക്ക് കുത്തിയെടുക്കാം. ഇതിനേക്കാളും കുറച്ചും കൂടി വണ്ണമുള്ള ത്രെഡ് മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ എന്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നു. അങ്ങനെ ത്രെഡ് കയറ്റി ഇറക്കിയതിന് ശേഷം അതിന്റെ താഴെ നല്ല രീതിക്ക് നല്ല മുറുക്കി കെട്ടിക്കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും കെട്ടിക്കൊടുക്കുക. നമ്മുടെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ റെഡിയാക്കാൻ വേണ്ടി സെയിം പ്രൊസീജിയേഴ്സ് തന്നെ ചെയ്യുക. അതിനുശേഷം ഇതിന്റെ നടുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. രണ്ട് സൈഡിലും ഒരേ അളവിൽ തന്നെ ചെയ്യണം. ഈ രണ്ടാമത്തെ ഷെൽഫിലെ താഴത്തെ പോർഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ചുമ്മാ ഈ രണ്ട് ത്രെഡിന്റെയും ഇടയ്ക്കോട്ട് കയറ്റി വെച്ചേക്കും. അതിന് വേണ്ടിയിട്ടും ഈ സെയിം അളവിൽ തന്നെ താഴത്ത് ഇങ്ങനെ എന്തെങ്കിലും ഹാങ്ങിങ്സ് ഒക്കെ ആഡ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. കെട്ടിക്കൊടുത്തിട്ട് ചുമ്മാ തടി കയറ്റി വെച്ചാൽ അപ്പൊ അതെ ഇത് കൂട്ടി കിട്ടും. അപ്പൊ നമ്മുടെ രണ്ട് ഷെൽഫിന്റെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനി എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ